ഒരു ബാരിക്കേഡിൽ തള്ളുമ്പോഴേക്ക് ഇവിടുത്തെ ക്രമസമാധാനം എന്നൊക്കെ പറഞ്ഞു പോലെ അങ്ങനെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് കല്ലും കൊണ്ടുപോയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇതൊക്കെ തന്നെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ബാധിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ പല രാജ്യങ്ങളും ഭാരതത്തിൽ നടക്കുന്ന ഓരോ ചലനവും നിരീക്ഷിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുൻപിൽ രാഷ്ട്രപതി ഭവന് മുന്നിലൊക്കെ ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്. ഈ മാർച്ചിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകൾ, ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് ശ്രീ ബി ഗോപകുമാർ, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും നിയമസഭാ കക്ഷി നേതാവും വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സമാനതകളില്ലാത്ത തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് ഇന്നലെ നടന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഇന്ന് വരെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി വഹിക്കുന്ന ഒരാൾ പോലും ഇത്രയും തരം താണ രീതിയിൽ പെരുമാറിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമമനുസരിച്ച്, ഭരണഘടനയനുസരിച്ച് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ സമരത്തിനിറങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും കേന്ദ്ര സർക്കാരിനും അക്കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല. കാരണം അവര് പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. പക്ഷേ പ്രതിപക്ഷം എതിർപ്പിന്റെ രാഷ്ട്രീയത്തിന് പകരം ഇന്നലെ ഡൽഹിയിൽ അഴിച്ചുവിട്ടത് ഒരു ബാരിക്കേഡിൽ തള്ളുമ്പോഴേക്ക് ഇവിടുത്തെ ക്രമസമാധാനം എന്നൊക്കെ പറഞ്ഞു പോലെ അങ്ങനെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് കല്ലും കൊണ്ടുപോയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പുരുഷ പോലീസ് വന്നിട്ട് ഈ വനിതാ പ്രവർത്തകരുടെ കരണം തടിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കുക, ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവുകയാണ്. ആ പുരുഷ പോലീസുകാരനെ കണ്ടെടുത്ത് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പറ്റില്ല. കാരണം പ്രതിഷേധിക്കാനുള്ള, ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇവിടെ അനുവദനീയമായ സ്ഥലത്താണ്. അല്ലാതെ ഇന്നലെ കോൺഗ്രസ് ചെയ്തതുപോലെ കമ്പം കല്ലുമൊക്കെ ആയിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ ചെന്നിട്ട് താണ്ടവാടല്ലോ ചെയ്തത്. ഏറ്റവും മുതിർന്ന മന്ത്രിമാർ പോലും പോയി പറഞ്ഞല്ലോ ഇവിടെ സമരം ചെയ്യാനും വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. കാരണം ഇപ്പൊ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ ചെല്ലുന്നതിനോടൊപ്പം അൺവാണ്ടഡ് എലമെന്റ്സ്, ആന്റി സോഷ്യൽ എലമെന്റ്സ്, ആന്റി നാഷണൽ എലമെന്റ്സ് ഒക്കെ തന്നെ അവരോടൊപ്പം കൂടുകയാണ് അവിടെ. ഇതൊക്കെ തന്നെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ബാധിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ പല രാജ്യങ്ങളും ഭാരതത്തിൽ നടക്കുന്ന ഓരോ ചലനവും നിരീക്ഷിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുൻപിൽ രാഷ്ട്രപതി ഭവന് മുന്നിലൊക്കെ ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്. അവിടെ പോയിട്ട് കല്ലുമായിട്ട് പോയി പ്രധാനമന്ത്രിയുടെ വീടിനെ ആക്രമിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് സമരം ചെയ്തപ്പോഴേക്കും അതിനെ പുരുഷ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെയാണല്ലോ. പക്ഷെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. ശക്തമായിട്ട് നാളെ വരെ കണ്ടില്ലാത്ത പ്രതിഷേധം കോൺഗ്രസ് നേരിടേണ്ടി വരും. അത് അവസാനിപ്പിക്കണമെന്ന് പറയാണ്. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാരനെതിരെ ഇന്ന് ശക്തമായ നടപടി എടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. സമാധാനപരമായിട്ടാണ് നമ്മളെ പരിപാടി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ് നടന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും രാജ്യത്തിനെയും അപമാനപ്പെടുത്താനും നമ്മുടെ രാജ്യത്ത് കലാപം സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ വലിയ ഒരു മുന്നേറ്റം നടത്തുന്ന ഭാരതത്തിന്റെ വികസനമില്ലായ്മ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇത്തരം സമരങ്ങൾ. അതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നു. ഒരു പതിറ്റാണ്ടോളം രാജ്യം ഭരിച്ച കോൺഗ്രസ്, അതിന്റെ നേതാക്കന്മാരും അതിന്റെ മുമ്പിൽ നിന്ന് ഇത്തരം രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഈ രാഷ്ട്രത്തെ തകർക്കുവാൻ തന്നെയാണ്. അതിനൊരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിയും രാജ്യത്തിന്റെ പൊതുസമൂഹവും അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. തീർച്ചയായിട്ടും നട്ടല് പരിക്കേറ്റ് ഞങ്ങൾ ഒരു വനിതയെ കവാലക്കുറ്റി നോക്കി അടിച്ചിട്ടുണ്ട് പോലീസ്. ഞങ്ങൾ ശക്തമായി തന്നെ നിയമപരമായി തന്നെ ഇടപെടും. അത് രേഖാമൂലം പരാതി കൊടുക്കും. ആ പോലീസുകാരനെ കണ്ടെത്തി നടപടി എടുക്കുന്നത് വരെ നമ്മൾ ആ സമയത്തൊന്നും നാട്ടിലില്ലാതെ ഉല്ലാസയാത്ര നടത്തിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ വന്നിട്ട് ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനായി അതിപ്രധാന സുരക്ഷാ സംവിധാനമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറാനും അവിടെ അക്രമം അഴിച്ചുവിടുവാനും നേതൃത്വം കൊടുത്തിരിക്കുകയാണ്.
ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടും ജനാധിപത്യ സംവിധാനത്തോടുമുള്ള വെല്ലുവിളിയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളെ നീറ്റിൽ പങ്കാളിയായിട്ടുള്ള കുട്ടികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈ നാട്ടിൽ അക്രമം അഴിച്ചുവിടാനുള്ള രാഹുൽ ഗാന്ധിയുടെയും കൂട്ടാളികളുടെയും നീക്കത്തിനെതിരെ രാജ്യത്താകമാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ നടത്തുകയാണ്. ആ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന KPCC ആസ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ 100 കണക്കിന് വരുന്ന പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ കാണുന്ന മിസ്റ്റർ രാഹുൽ ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനോ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു രോഗത്തിൽ കൊള്ളാനുള്ള കരുത്ത് ഈ രാജ്യത്തില്ല എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് നടത്തിയ ഈ മാർച്ചിൽ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും സന്നിഹിതരാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ MLA ശ്രീ രാജീവ് ചന്ദ്രശേഖർ, പാർട്ടിയുടെ മുൻ സംസ്ഥാന MLA ശ്രീ V മുരളീധരൻ, പാർട്ടിയുടെ മുൻ സംസ്ഥാന ശ്രീ കുമ്മനം രാജശേഖരൻ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ P.K. കൃഷ്ണദാസ്, പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ കേരള നിയമസഭയിലെ ശ്രീ DB ഗോപകുമാർ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ ആന്റണി, ജില്ലാ പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ കരമലജയൻ, ശ്രീ SR റജി, ശ്രീ മുക്കമ്പാലോട് ബിജു, സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോജർ തുടങ്ങി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K. സോമൻ, ബഹുമാനായിട്ടുള്ള നഗരസഭയുടെ മേയർ ശ്രീ BV രാവ്, ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് തുടങ്ങി പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും സന്നിഹിതരായിരിക്കുന്ന ഈ ജനകീയ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി സമാരാധ്യനായിട്ടുള്ള സമരത്തിന്റെ പോരാളിയായിട്ടുള്ള നിയമം MLA ആയിട്ടുള്ള പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരെ വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സമാരാധനായ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ MLA, ഇന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ MLA അടക്കമുള്ള ഏറെ ബഹുമാനരായ സഹപ്രവർത്തകരെ, ഈ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന, നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിദേശ ഏജൻസികളുമായി ചേർന്നുകൊണ്ട് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സുതാര്യമായ സത്യസന്ധമായ അന്വേഷണത്തിന് ആരാധനായ പ്രധാനമന്ത്രി ഉത്തരവിടുകയുണ്ടായി. പക്ഷേ ആ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് ഒരു പ്രതിഷേധ മാർച്ച്, അത് CJP എന്ന പേരിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് നമ്മൾ കാണുകയുണ്ടായി. ഈ സമരം നടക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി അവിടെ എത്തി ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. എന്താണ് നിങ്ങളുടെ ആവശ്യം? പാർലമെന്റിൽ ചർച്ച നടത്തണം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ചർച്ച നടത്താമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് പറഞ്ഞത്. അത് അംഗീകരിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് പിന്നീട് ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതെന്ത് നീതിയാണ്? ജനാധിപത്യ സംവിധാനത്തില് ലോകസഭയിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞു. അത് അംഗീകരിക്കാതെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന ഭീകരവാദ സംഘടനകളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നടത്തിയ സമരം നമ്മുടെ മുന്നിലുണ്ട്. ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു, മുമ്പ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചത് കർഷക സമരമായിരുന്നു. കർഷക സമരത്തിന്റെ അവസാനം നമ്മൾ കണ്ടു. ഇന്ത്യയുടെ പതാക വലിച്ചു കീറുന്ന ഖാലിസ്ഥാൻ വാദികളുടെ മുന്നിൽ കീഴടങ്ങിയ സമരം. ആ സമരം അങ്ങനെയാണ് അവസാനിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത്, വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ കേരള നിയമസഭയില് ആ നിയമത്തിനെതിരായി ഒരുമിച്ച് നിന്ന LDF-ഉം UDF-ഉം
അതേ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് നടത്തിയ നീറ്റ് സമരം, ആ സമരത്തിന്റെ എന്താണ് അതിന്റെ പിന്നിലുള്ളത്, ആ സമരത്തിന് ആരാണ് ഫണ്ടിങ് നടത്തിയത് നമ്മൾ കണ്ടു. CJP-ക്കാർ ഒരു കൈയിൽ ഭരണഘടനയും മറു കൈയിൽ കല്ലുമായിട്ടാണ് ആ പാർലമെന്റ് മുൻനിരത്തില് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നമ്മൾ കണ്ടത്. കേരളത്തിലെ ഒരു ചാനൽ പ്രവർത്തകന് വരെ ആ കല്ലേറിൽ പരിക്കുണ്ടായി. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതീവ സുരക്ഷയുള്ള ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ പോലും എടുക്കേണ്ട മുൻകരുതലുകൾ പോലീസ് എടുത്ത് ആ സമരത്തെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴും അക്രമ സമരത്തിലേക്ക് പോയത് ഈ കർഷക സമരത്തിലെപ്പോൾ തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അക്രമ സമരത്തിലെ വിദേശ ഏജൻസികൾ ആരാണ്?